ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഡിയോ പോഡ്കാസ്റ്റാണ്. പനി ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്ക് ന്യൂസ് മിസ്സിംഗ് ആണ്. അത് നാളെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ ഈ ഒരാഴ്ച കാലിക്കട്ടും കൊച്ചിയിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ബുക്ക് ചെയ്ത ആളുകൾ മേ ബി നമ്മളത് ക്ലാസ് നെക്സ്റ്റ് വീക്കിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടേക്കാം. പനി മാറുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ടാകും. അത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾ ഈ തവണ ഈ ഞായറാഴ്ചയും ശനിയാഴ്ചയും ബുക്ക് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 260 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി 21,195 അതിശക്തമായൊരു റാലിയാണ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രീ മാർക്കറ്റിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിച്ചപ്പോൾ നിഫ്റ്റിയുടെ അറ്റ് ദ മണിയും ഈവൻ ഇൻ ദ മണിയും US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അത് ബീറിഷ് ആയിരിക്കുമെന്നുള്ള വിചാരത്തിൽ അവർ ഷോർട്ട് ചെയ്ത ആളുകൾ കനത്ത വില കൊടുക്കേണ്ടി വന്ന ഒരു മാർക്കറ്റാണ്. എക്സാക്ട്ലി നമ്മൾ കണ്ടതുപോലെ തന്നെ ഷോർട്ട് കവറിങ് റാലി തന്നെയാണ് കണ്ടത്. അതായത് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം ഒട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ലാതെ വീണ്ടും ഫർദറായിട്ട് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. ഇന്നലത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 451 പോയിന്റിൻ്റെ റാലിയും ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 260 പോയിന്റിൻ്റെയും റാലിയാണ് നിഫ്റ്റി ഉണ്ടാക്കിയത്. നിഫ്റ്റി 256 പോയിന്റും സെൻസെക്സ് 929 പോയിന്റിൻ്റെയും ബാങ്ക് നിഫ്റ്റി 640 പോയിന്റിൻ്റെയും റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ ഇന്ന് IT കമ്പനികളുടെ ചാകര ദിവസമായിരുന്നു. ടെക്കം, മൈൻട്രി, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് ഇത് നിഫ്റ്റി 50-ലെ ടോപ്പ് ഗെയിനേഴ്സാണ്. നിഫ്റ്റി 50-ൽ ഇത് ആദ്യമായിട്ടായിരിക്കണം നിഫ്റ്റി 50-ൽ ഏകദേശം ഒരു 5ഓളം IT കമ്പനീസ് ഒരുമിച്ച് ടോപ്പ് ഗെയിനേഴ്സ് ആയിരിക്കുന്നത്. ടെക്കം 4%, മൈൻട്രി 4%, ഇൻഫോസിസ് 3.5%, വിപ്രോ 3%, HCL ടെക് 3%-ൻ്റെ റാലി രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് പവർ ഗ്രിഡും HDFC ലൈഫും നെസ്ലയും സിപ്ലയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 0.5% മുതൽ 2% വരെയുള്ള ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. $2033 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $6 ഉയർച്ചയുണ്ടാക്കി. ആദ്യ ബാച്ചിലുള്ള ഏഷ്യൻ മാർക്കറ്റ്, ചൈന ഒഴികെ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ജപ്പാൻ മാർക്കറ്റും ഏകദേശം ഒരു 264 പോയിന്റിൻ്റെ ഫോൾ ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ അതീവ ബുള്ളിഷായിട്ട് ട്രേഡിംഗ് തുടരുന്നുണ്ട്. റഷ്യൻ മാർക്കറ്റായിട്ടുള്ള MOEX ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ 2241 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി 43,242 ബിറ്റ്കോയിൻ നിൽപ്പ്. ഇന്ത്യ വിക്സ് ഇന്ന് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും 2% സ്പൈക്ക് ഉണ്ടാക്കി 12.32 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സിൻ്റെ നിൽപ്പ്. ഡോ ഫ്യൂച്ചർ ആവട്ടെ ഫ്ലാറ്റായ രീതിയിൽ 89 പോയിന്റിൻ്റെ ഒരു പോസിറ്റീവായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇനി നമുക്ക് ഇത്ര ശക്തമായിട്ട് റാലി ഉണ്ടാക്കിയതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഒന്നാമതായത് US സെൻട്രൽ ബാങ്ക് തലവനായിട്ടുള്ള ജെറോം പവൽ ഇന്നലെ ഡോവിഷായിട്ടുള്ള കമൻറ്റുകൾ, അതായത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, പലിശ നിരക്കുകളിൽ വർധനവ് രേഖപ്പെടുത്തിയില്ല. അത് മാത്രമല്ല US സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അത് ഇന്നലെ US സ്റ്റോക്കുകൾ അതിശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്താനായിട്ട് കാരണമായി. എസ്പെഷ്യലി ടെക്നോളജി കമ്പനീസ് റാലി രേഖപ്പെടുത്താനായിട്ട് കാരണമായി. അതുമാത്രമല്ല ഇന്ന് IT കമ്പനീസ് ഉയരാനായിട്ട് പ്രധാന കാരണം US ഡോളർ ഇൻഡെക്സ് 102.89 നിന്ന് 0.83% ഒരു ഫോൾ ഉണ്ടാക്കി. ഡോളർ ഇൻഡെക്സ് ഫോൾ ആകുന്നത് FIs ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കാരണമാകും. കൂടാതെ US മാർക്കറ്റ് ഇന്നലെ ഹയർ ആയിട്ട് ക്ലോസ് ചെയ്തു. ഇനി US 10 ഇയർ ബോണ്ട് ഈൽഡ് 16 ബേസ് പോയിന്റ് ഫോൾ ആയി എന്നുള്ളതും ഇന്നലെ US മാർക്കറ്റ് റാലി ചെയ്യാനും അതുവഴി ഇന്ന് ഏഷ്യൻ ഇന്ത്യൻ മാർക്കറ്റുകൾ റാലി രേഖപ്പെടുത്താനും കാരണമായി. പിന്നെ FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ്. FIs ഇന്നലെ 4,710 കോടി രൂപക്ക് ബൈ നടത്തി. ഡിസംബർ മാസം അവരുടെ ബൈയിങ് ഏകദേശം 33,959 കോടി രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ FIസിൻ്റെ ബൈയിങ്, DIസിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. പക്ഷേ FIസിനോടൊപ്പം തന്നെയാണ് റീറ്റെയിലേഴ്സും ലോങ് ടൈമിലേക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ട്.
ബുള്ളിഷാണ്. ഈ ഘടകങ്ങളെല്ലാം തന്നെ നിഫ്റ്റീനെ ഇന്ന് ഒരു പുതിയ ഒരു ഫ്രഷ് ടൈം ഹൈയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. നാളെ പരമാവധി പ്രീ മാർക്കറ്റ് ന്യൂസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആരോഗ്യം മോശമാവുകയാണെങ്കിൽ പ്രീ മാർക്കറ്റ് ഉണ്ടാകില്ല എന്നും കൂടി ഓർമ്മിക്കുക. ട്രേഡിങ്ങിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് സാംക്രമികമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത കുറവാണ്. നമ്മൾ റൂമിൽ ഇരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്. എങ്കിലും ചില അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പനി പിടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. താങ്ക് യു. ബൈ ഓൾ.